I'm in the class, I'm at the class, I'm on the class. ഇതിൽ ഏതാ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്? കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടോ? ഐ ആം ഇൻ ദ ക്ലാസ് ആണ് ശരി. ഇതെങ്ങനെയാണ് ശരിയായെന്ന് അറിയണ്ടേ? വാ പഠിക്കാം. So I'm Jesslyn Jose, Faculty of English Language Proficiency at Xylem, and in today's quick English lesson we're going to explore the world of prepositions and especially the preposition in. നോക്കാം അല്ലേ? So let's start with learning what are prepositions. Prepositions എന്താന്ന് നോക്കാം. So prepositions are small words that show relationships. It tells us where, when or how something is, and it usually come before a noun or pronoun. So what exactly are prepositions? Let's think them as a small mighty words, and they connect nouns or pronouns with the other words in a sentence, telling us the location, time or how something is done. Look at an example. The cat is on the mat. അപ്പോൾ ഇവിടുത്തെ preposition എന്ന് പറയുന്നത് on ആണല്ലേ. And here the preposition on tells us where the cat is. ഇതാണ് preposition എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് prepositions. Now let's focus on the preposition in. So the first big use is for location, especially പറയുകയാണെങ്കിൽ enclosed spaces ഒക്കെ ഡിഫൈൻഡ് ഏരിയാസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം, അല്ല എന്ത് യൂസ് ചെയ്യാം? ഇൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. ലെറ്റ്സ് സീ ദ റൂൾ. ആക്ച്വലി യൂസ് ഇൻ ഫോർ തിങ്സ് ഇൻസൈഡ് എ ഡിഫൈൻഡ് ഏരിയ ഓർ സംതിങ് ദാറ്റ് സറൗണ്ട്സ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് സംതിങ് ഇസ് ഇൻസൈഡ് എ റൂം ഓർ എ കാർ, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഒരു ഗാർഡൻ, ഇതൊക്കെ ഒരു ഡിഫൈൻഡ് ഏരിയാസ് ആണല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രിപ്പോസിഷനായിട്ട് ഇന്ന് യൂസ് ചെയ്യാം. സോ you can say you are in the room. Examples നോക്കിക്കേ. You are in the room, the book is in the box, and she is in the building, and the children play in the garden, and we ride in a car. ഈ വക സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ എന്തിൻ്റെയും ഉള്ളിലാണ് അല്ലെങ്കിൽ ആ ഒരു ഡിഫൈൻഡ് ഏരിയയ്ക്ക് ഉള്ളിൽ നിന്നിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യു ക്യാൻ യൂസ് എ പ്രിപ്പോസിഷൻ ഇൻ. മനസ്സിലായോ? ഇനി ഇന്നിൻ്റെ അടുത്ത യൂസേജ് നോക്കാം. ഇൻ ഫോർ ലൊക്കേഷൻ, എസ്പെഷ്യലി ലാർജർ ഏരിയാസ്. ആക്ച്വലി തിങ്ക് ബിഗ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ സാധാരണ പറയാം വി ആർ ഇൻ കോട്ടയം, വി ആർ ഇൻ കേരള, വി ആർ ഇൻ ഇന്ത്യ. I'll show the examples. So നമുക്ക് സിറ്റീസ് അല്ലെങ്കിൽ കൺട്രി, കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ലാർജ് ബോഡീസ് ഓഫ് വാട്ടർ ഒക്കെ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ ഏതാണ്? ഓണും അറ്റും അല്ല, ഇന്നാണ്. എക്സാമ്പിൾസ് നോക്കിയേ. വി ആർ ഇൻ കൊച്ചി, നമ്മളുടെ സിറ്റി പറയണം. അല്ലെങ്കിൽ വി ആർ ഇൻ നമ്മുടെ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം. വി ആർ ഇൻ കേരള, വി ആർ ഇൻ ഇന്ത്യ, അതുപോലെ ഏഷ്യ. ഇതിനൊക്കെ എന്ത് ചേർക്കണം? ഇൻ എന്ന പ്രിപ്പോസിഷൻ ചേർക്കണം. ആൻഡ് ഓൾസോ ഇമാജിൻ ഇഫ് യു ആർ സ്വിമ്മിങ്, വി സേ വി ആർ സ്വിമ്മിങ് ഇൻ ദ സീ, we are swimming in the river. Okay, so that means you are within that larger area. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ ഫോർ ടൈം. ടൈം എന്ന് പറയുമ്പോൾ ചെറിയൊരു ടൈം പീരീഡ് അല്ല, ലോങ്ങർ പീരീഡ് ഓഫ് ടൈമിനൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ യൂസ് ചെയ്യാം. ലെറ്റ്സ് സീ ദ റൂൾ. യൂസ് ഇൻ ഫോർ മന്ത്സ്, സീസൺസ്, ഇയേഴ്സ് ആൻഡ് സെഞ്ച്വറീസ്. ഒരു മാസത്തിൻ്റെ പേര് പറയണം, അല്ലെങ്കിൽ സീസൺസ് മെൻഷൻ ചെയ്യണം, ഇയേഴ്സ് മെൻഷൻ ചെയ്യണം, ഓൾസോ സെഞ്ച്വറീസ് മെൻഷൻ ചെയ്യണമെങ്കിലും അതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്ന് ഉപയോഗിക്കാം. ലെറ്റ്സ് സീ ദ എക്സാമ്പിൾസ്. മൈ ബർത്ത്ഡേ ഈസ് ഇൻ ജൂലൈ, ഇൻ ഏപ്രിൽ. ഇറ്റ് റെയിൻസ് എ ലോട്ട് ഇൻ ദ മൺസൂൺ സീസണിൽ ഒരുപാട് മഴ പെയ്യും എന്ന് പറയുന്നത് മൺസൂൺ സീസണിന് മുന്നേ അത് ഒരു ലോങ്ങർ പീരീഡ് ഓഫ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുന്നേ എന്ത് ചേർക്കുന്നു? ഇൻ ചേർക്കുന്നു. ഐ വാസ് ബോൺ ഇൻ 1990 or I was born in 1992. ആൻഡ് ഓൾസോ സെഞ്ച്വറി മെൻഷൻ, ഒരു പർട്ടിക്കുലർ കാര്യം ദിസ് ഹാപ്പൻഡ് ഇൻ ദ 20th century, സെഞ്ച്വറി മെൻഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാം. ആൻഡ് ഓൾസോ വി ക്യാൻ യൂസ് ദിസ് preposition in to talk about the parts of the day. ഒരു ഡേയിൽ we can say in the morning, in the afternoon, in the evening. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ in the morning, afternoon, evening ഒക്കെ പറഞ്ഞ പോലെ നൈറ്റ് വരുമ്പോഴത്തേക്കും സെയിം ഇന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. we say at night instead of in the night. Okay, so that is in for longer periods to mention time. Now let's see in for states and conditions. Use in to describe a state, condition or situation.
So in can describe a state or condition. For example, ഇത് നോക്കിയേ, ഷീ ഈസ് ഇൻ ലവ്, ആർ യു ഇൻ ലവ്. നമ്മളൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ് ഹീ ഈസ് ഇൻ ട്രബിൾ, ആർ യു ഇൻ ട്രബിൾ, ആർ യു ഇൻ എ ഹറി, ഐ എം ഇൻ എ ഹറി. The car, is your car in a good condition? അപ്പോൾ ഇതെല്ലാം എന്താണ് ചോദിക്കുന്നത്? All these use in to tell us about what? The condition or state, or the current state of something or someone. So that is all about the usage of the preposition in. ബാക്കിയുള്ള പ്രിപ്പോസിഷൻസിനെ പറ്റിയിട്ട് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് കോഴ്സസ് നമ്മൾ സൈലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും സക്സസ്ഫുള്ളി റൺ ചെയ്തു പോകുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് ദർ ഇസ് എ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ യു ക്യാൻ ഫിൽ ഇറ്റ് ഔട്ട് ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.